ട്രാൻസ്പോർട്ട് കമ്മീഷണറായി ചുമതലയേറ്റ ഋഷിരാജ് സിംഗ് IPSന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് വാഹനങ്ങളിൽ മീറ്റർ ഘടിപ്പിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കിയത്. കുറവലങ്ങാട്, ഉഴവൂർ പ്രദേശങ്ങളിലടക്കം മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉഴവൂർ ജോയിന്റ് ആർടിഒയുടെ നേതൃത്വത്തിലാണ് ഈ മേഖലയിൽ നടപടികൾ കർശനമായി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച പരിശോധനകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശമനുസരിച്ച് കുറവലങ്ങാട് മേഖലയിലടക്കം എല്ലാ ഓട്ടോറിക്ഷകളിലും ഫെയർ മീറ്ററുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നിയമപ്രകാരം ഫെയർ മീറ്റർ ഇല്ലാതെ ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താൻ അനുവാദമില്ലെന്നിരിക്കെയാണ് കാലങ്ങളായി ഫെയർ മീറ്റർ ഇല്ലാതെ ഈ മേഖലയിലടക്കം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തിയിരുന്നത്. വാഹനങ്ങളുടെ പരിശോധനാ വേളയിൽ മാത്രം ഫെയർ മീറ്റർ ഘടിപ്പിക്കുകയും പിന്നീട് ഇത് ഊരി മാറ്റിവെക്കുകയും ചെയ്യുന്ന പതിവാണ് പലരും സ്വീകരിച്ചിരുന്നത്. എന്നാൽ കർശന നിർദ്ദേശം എത്തിയതോടെ ഫെയർ മീറ്ററുകൾ ഘടിപ്പിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഫെയർ മീറ്ററുകൾ ഘടിപ്പിച്ചുള്ള സർവീസ് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രതികരണം. നിയമപ്രകാരം ഫെയർ മീറ്റർ ഇല്ലാതെ സർവീസ് നടത്താൻ കഴിയില്ലെങ്കിലും ഇപ്പോഴത്തെ പുതിയ നിർദ്ദേശം മൂലം ഏറെ ബുദ്ധിമുട്ടുകൾ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നാണ് ഡ്രൈവർമാർ നൽകുന്ന വിശദീകരണം. പലയിടങ്ങളിലും ഫെയർ മീറ്ററുമായി യാത്ര ചെയ്യുമ്പോൾ ചില യാത്രക്കാർക്ക് മതിയായ വിജ്ഞാനം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് നേരിയ അസ്വാരസ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇട നൽകുന്നതായാണ് പ്രധാന ആക്ഷേപം. ഇതിലുപരി ഒരു വശത്തേക്കുള്ള ചാർജ് മാത്രമാണ് ഫെയർ മീറ്ററിൽ കാണിക്കുന്നതെന്നും നഗരങ്ങളിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്ക് ഏത് സ്റ്റാൻഡുകളിലും പാർക്കിംഗ് അനുവദനീയമാണെന്നും ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾക്ക് കുറവലങ്ങാട് പോലുള്ള പഞ്ചായത്ത് പ്രദേശത്ത് സാധ്യതയില്ലെന്നും ഇതിനാൽ തന്നെ ഫെയർ മീറ്റർ ഘടിപ്പിച്ചുള്ള യാത്ര അസൗകര്യമാണ് സൃഷ്ടിക്കുന്നത് എന്നുമാണ് ഇവരിൽ ഒരു വിഭാഗം പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മീറ്ററുകൾ ഘടിപ്പിച്ച സാഹചര്യത്തിലും ചില പ്രതിസന്ധികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഉയർന്നിട്ടുണ്ട്. പലരും നിയമം മറികടക്കാൻ വേണ്ടി നിലവാരം കുറഞ്ഞ മോട്ടോറുകൾ ഘടിപ്പിച്ചതും ഡ്രൈവർമാർക്ക് തന്നെ പുലിവാലായിരിക്കുകയാണ്. നിലവാരം കുറഞ്ഞ മീറ്ററുകൾ ഘടിപ്പിച്ചത് മൂലം കൃത്യമായ യാത്രാ ചാർജ് രേഖപ്പെടുത്താത്തതാണ് പ്രധാന പ്രശ്നമായി മാറിയിരിക്കുന്നത്. 1500 രൂപ മുതലുള്ള മീറ്ററുകളാണ് വിപണിയിൽ ലഭ്യമാകുന്നത്. എന്നാൽ മുന്തിയ ഇനം മീറ്ററുകൾ വാങ്ങി സ്ഥാപിക്കാത്ത സാഹചര്യത്തിൽ തെറ്റായാണ് കൂലി രേഖപ്പെടുത്തുന്നത്. ഇത് യാത്രക്കാരുമായി അലോസരത്തിന് വഴിതെളിക്കുന്നതായും പറയുന്നു. ഡ്രൈവർമാരുടെ പ്രതിഷേധ സ്വരങ്ങൾ ഇങ്ങനെയാണ്. ഈ പറഞ്ഞു തന്നെ എനിക്ക് ഗ്രാമപ്രദേശങ്ങളിൽ ഒരു കാരണവശാലും നമുക്ക് മീറ്റർ ചാർജിൽ ഓടാൻ പറ്റില്ല. കോട്ടയം ടൗൺ മേഖല പോലെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് മീറ്റർ ചാർജ് മേടിക്കാം. ഇവിടെ മീറ്റർ ചാർജ് മേടിച്ചുകൊണ്ട് മീറ്റർ വെച്ച് ഘടിപ്പിച്ചാൽ നമ്മൾ പലരുമായിട്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുകയല്ലാണ്ട് നമുക്ക് മാന്യമായ ഒരു കൂലി മേടിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. ഗ്രാമപ്രദേശങ്ങളിൽ ഒരു കാരണവശാലും മീറ്റർ ഇട്ടുള്ള കൂലി മേടിച്ച് ഓട്ടോറിക്ഷക്കാരനെ ഓട്ടോറിക്ഷക്കാരനെ വളരെ ജീവിതത്തിന് ബുദ്ധിമുട്ടിലേക്കാക്കാനുള്ള വഴിയിലാണ് പുതിയൊരു കാര്യങ്ങൾ. ഇപ്പോൾ വഴി പോലും വളരെ മോശമായി കിടക്കുന്ന സാഹചര്യങ്ങളിൽ ഇത് ഓടിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ്. ഓട്ടോ മുടവ് വളരെ കാര്യത്തിൽ അതിനിടയ്ക്കാണ് ഈ ബുദ്ധിമുട്ടായ കാര്യം ഓട്ടോറിക്ഷക്കാരുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഓട്ടോറിക്ഷക്കാരന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. സാധാ കടയിലുള്ളവരാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവർക്കിട്ട് ഇത്രയും വലിയൊരു ഭാരിച്ച ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് മാന്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ നിലപാട് പിന്മാറ്റണമെന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ ശക്തമായിട്ട് പ്രതികരിക്കുന്നതിന്. ഇലക്ട്രോണിക് മീറ്ററാണ്. ഈ 3600 വില വരും. ഇതിൽ എഴുതി കാണിക്കുന്നത് കൃത്യമല്ല. അപ്പോൾ നമുക്ക് ഈ മീറ്റർ അല്ലാതെ ഫ്രണ്ടിൽ മീറ്റർ ഉണ്ട്. അത് ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ലാതെയാണ് ഉള്ളത്. അപ്പോൾ മറ്റു വാഹനങ്ങളിൽ ഈ മീറ്റർ നിർബന്ധമാക്കണം. അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷക്കാരെ മാത്രം അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഓട്ടോ മാത്രമല്ലല്ലോ ടാക്സി വാഹനമായിട്ട് ഓടുന്നത്. സംസ്ഥാനത്തെ മറ്റു വാഹനങ്ങളെല്ലാം ടാക്സിയായിട്ട് ഓടുന്നുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ വെയിറ്റിംഗ് ചാർജ് കൊടുക്കുന്നുണ്ട്, പൈസ കൂടുന്നുണ്ട്. നമ്മൾ ഈ 16 രൂപയ്ക്ക് 15 രൂപയ്ക്കാണ് നമ്മൾ ഓടുന്നത്. 16 രൂപയ്ക്ക് കിട്ടാറില്ല. 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 15 രൂപ കിട്ടുന്നത്. 1 രൂപ ഇപ്പോഴും നഷ്ടമാണ്. ഇപ്പോൾ ഈ ഡീസലിൻ്റെ ഈ വില വർധനവും മറ്റ് എല്ലാ പണിക്കൂലി സ്പെയർപാർട്ട് സാധനങ്ങളുടെ വില കൂടുതൽ, അതുപോലെ തന്നെ ടാക്സ്, ഇൻഷുറൻസ് എല്ലാ മേഖലയിലും വർദ്ധിച്ചു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമുക്കിത് മുതലാകില്ല. 3600 രൂപ കൊടുത്ത് വെക്കുന്ന മീറ്റർ ശാശ്വതമല്ല. അതിൽ എഴുതി കാണിക്കുന്നത് തെറ്റാണ്. പിന്നെ പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ 6000 രൂപ വില വരെയുള്ള ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിൽ ഓടുന്നുണ്ട് നിലവിൽ. ഈ വാഹനത്തിൽ ഇത്രയും രൂപ 5000 രൂപ മുടക്ക് വരും മീറ്റർ പിടിപ്പിച്ച് പുറകുവശത്ത് ഇത് തുളച്ച് റെഡിയാക്കി വരുമ്പോഴത്തേക്ക്. അതൊരിക്കലും ശാശ്വതമായ ഒരു കാര്യമല്ല. ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളോടോ അല്ലെ കോടതിയെ സമീപിക്കണമെന്നോർത്താണ് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരിരിക്കുന്നത്. സംഘടനാ ശക്തികളും നേതാക്കന്മാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ 40 പോരെ അല്ലെ 20 പോരെ എന്നൊക്കെ 40 ഓട്ടം 20 കേട്ടു. ഇതിനെ കാണിക്കുന്നു. 16 രൂപ കാണിക്കുന്നു. ആ 16 കണക്കിന് മീറ്റർ വെച്ച് കാണിക്കുമ്പോൾ 40 കാണിക്കും 5 കിലോമീറ്റർ. അപ്പോൾ അതെല്ലാം അവർ തരാൻ പറയുന്നത് നമുക്ക് നഷ്ടം. നമുക്ക് ഞങ്ങൾ കയ്യിൽ നിന്ന് കാശെടുത്ത് ഡീസൽ അടിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് കാശെടുത്ത് ഡീസൽ അടിക്കേണ്ടി വരും. ആ രീതിയിലോടുമ്പോൾ അപ്രായോഗികമാണെന്നാണ് പറയുന്നത് മീറ്റർ. മീറ്റർ അപ്രായോഗികം ടൗൺ ഏരിയയിൽ മാത്രമേ പറ്റുള്ളൂ. പഞ്ചായത്തിൽ
ഗ്രാമത്തിലെങ്കിലും പണ്ട് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ പൈസ അല്ലേ കിട്ടുന്നത്. ടൗണിലാണെങ്കിൽ ഒരു സ്റ്റാൻഡിന് അടുത്ത സ്റ്റാൻഡിൽ ചെന്ന് കിടക്കാം. അത് പറ്റിയല്ലോ. ഉഴവൂർക്ക് ഓട്ടം പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ പറ്റും. അവിടെ തിരിച്ച് ഉറങ്ങാട് ഒരു ഓട്ടം കിട്ടും. അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളുണ്ട്. അനാറ പൂജയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ വെച്ച് കഴിയുമ്പോഴത്തേനും ഈ 5 കിലോമീറ്റർ കൊടുക്കുന്നത് 80 കാണിക്കുമ്പോൾ 40 തിരിച്ചോട് പറയുമ്പോഴേ 80 കാണിക്കുള്ളൂ.